ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ. വാട്സപ്പിൽ വന്നിട്ടുള്ള പുതിയ അപ്ഡേഷൻ എന്നല്ല, വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ചർ എപ്പോഴും ചേഞ്ച് ചെയ്യുന്നവർക്കുള്ള ചെറിയൊരു ട്രിക്കാണ്. സാധാരണ നമ്മൾ വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊഫൈൽ ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് അവിടെ കാണുന്ന ക്യാമറ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്യും. ഒന്നുകിൽ നമ്മൾ ഫോട്ടോ എടുക്കും, അല്ലെങ്കിൽ ഗാലറി ഓപ്പൺ ചെയ്യും. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് സാധാരണ നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു ഫോട്ടോ സെലക്ട് ചെയ്യും. ഫോട്ടോ സെലക്ട് ചെയ്താലോ നമുക്ക് മുഴുവനായിട്ടുള്ള ആ ഒരു ഫോട്ടോ പ്രൊഫൈലായിട്ട് വെക്കാനും സാധിക്കത്തില്ല. ഇതായിരിക്കും അവസ്ഥ. നമുക്ക് വാട്സപ്പിൽ മുഴുവനായിട്ടൊന്ന് ക്രോപ്പ് ചെയ്യാനും സാധിക്കത്തില്ല. അപ്പോൾ അതിനായിട്ടുള്ള ചെറിയൊരു ട്രിക്കാണ്. ഈ ഒരു ട്രിക്ക് നിങ്ങളിൽ പലരും ഉപയോഗിക്കുന്നുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള മുഴുവൻ ഫോട്ടോസ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഗാലറി ഒന്ന് ഓപ്പൺ ചെയ്യുക. ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഏത് ഫോട്ടോ ആണ് നിങ്ങൾക്ക് മുഴുവനായിട്ട് പ്രൊഫൈൽ വെക്കേണ്ടത് ആ ഒരു ഫോട്ടോ ഒന്ന് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം താഴെയായിട്ട് നിങ്ങൾക്ക് എഡിറ്റ് ഓപ്ഷൻ കാണാൻ സാധിക്കും. എല്ലാ ഫോണിലും ഇതുപോലെ ആയിരിക്കത്തില്ല, പക്ഷേ നിങ്ങളുടെ ഫോണിൻ്റെ അകത്തുള്ള എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. എഡിറ്റ് ഓപ്ഷൻ എടുത്തിട്ട് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും റൊട്ടേറ്റ്. ഈ ഒരു ഫോട്ടോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ഇടത് വശത്തേക്ക് നിങ്ങളൊന്ന് റൊട്ടേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു ഫോട്ടോ സേവ് ചെയ്യുക. ചില ഫോണുകളിൽ അപ്ലൈ എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുക. ചില ഫോണുകളിൽ, എൻ്റെ ഫോണിൽ താഴെയായിട്ട് കാണുന്നത് പോലെ തന്നെ ഒരു ടിക്ക് ഓപ്ഷനാണ് കാണാൻ സാധിക്കുക. ആ ഒരു ഭാഗം ഒന്ന് സെലക്ട് ചെയ്തിട്ട് സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഫോട്ടോ ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക. ശേഷം നിങ്ങളുടെ വാട്സപ്പിലേക്ക് പോവുക. വാട്സപ്പിൽ പോയിട്ട് വീണ്ടും നമ്മൾ പ്രൊഫൈൽ സെറ്റ് ചെയ്യുന്നത് പോലെ തന്നെ ഗാലറി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ സെലക്ട് ചെയ്തിട്ടുള്ള ആ ക്രോപ്പ് ചെയ്തിട്ടുള്ള ആ ഒരു ഫോട്ടോ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നേരത്തെ റൊട്ടേറ്റ് ചെയ്തതുപോലെ തന്നെയാണ് ആ ഫോട്ടോ കിടക്കുന്നത്. ഇനി വീണ്ടും നിങ്ങൾക്ക് താഴെയായിട്ട് സെൻട്രലായിട്ട് നമുക്ക് ഈ വാട്സപ്പിൻ്റെ അകത്ത് തന്നെ ഇത് റൊട്ടേറ്റ് ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് ആ ഒരു ബട്ടൺ അമർത്തിയിട്ട് നിങ്ങൾ ഈ ഫോട്ടോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യാം. ശേഷം ഇതുപോലെ സെറ്റ് ചെയ്തിട്ട് താഴെയായിട്ട് കാണുന്ന ഡൺ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ പ്രൊഫൈൽ പിക്ചർ മുഴുവനായിട്ട് വന്നിട്ടുണ്ടാവും. നിങ്ങൾ ഇൻഷോട്ടിലൊക്കെ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് പ്രൊഫൈൽ വരാറുള്ളത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പ്രൊഫൈൽ പിക്ചർ വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലാണ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഗാലറി ഓപ്പൺ ചെയ്യുക. ഏത് പ്രൊഫൈലാണ് നിങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടത് ആ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്യുക. വീണ്ടും എഡിറ്റ് ഓപ്ഷൻ എടുക്കുക. അതിനുശേഷം റൊട്ടേറ്റ് ഓപ്ഷൻ എടുക്കുക. ശേഷം ആ ഒരു ഫോട്ടോ ഒന്ന് റൊട്ടേറ്റ് ചെയ്യുക. ഈ ഒരു ഫോട്ടോ നമ്മുടെ ഗാലറിയിലേക്ക് ഒന്ന് സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഗാലറിയിലും സാധാരണ നമുക്ക് വരുന്നത് വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അവിടെ നിന്ന് നിങ്ങളൊരു സ്ക്രീൻഷോട്ട് എടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മുടെ വാട്സപ്പിലേക്ക് പോവുക, പ്രൊഫൈൽ എടുക്കുക, ക്യാമറ ഐക്കൺ ക്ലിക്ക് ചെയ്യുക, ഗാലറി ഓപ്പൺ ചെയ്യുക. ഇപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ടുള്ള ആ ഒരു ഫോട്ടോ ഒന്ന് സെലക്ട് ചെയ്യുക. നേരത്തെ കണ്ടതുപോലെ തന്നെ സെൻട്രലായിട്ട് കാണുന്ന വാട്സപ്പിൻ്റെ പ്രൊഫൈലിലുള്ള ഒരു റൊട്ടേഷൻ നമ്മളൊന്ന് സെലക്ട് ചെയ്യുക. ഫോട്ടോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിവിടെ ഡൺ ബട്ടൺ അമർത്തുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അത് വളരെ ഭംഗിയായിട്ട് തന്നെ ആ ഒരു പ്രൊഫൈൽ പിക്ചർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനി ഇൻഷോട്ട് അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും ക്രോപ്പിംഗ് ആപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത്തരത്തിൽ തന്നെ നിങ്ങൾക്ക് വാട്സപ്പിൻ്റെ പ്രൊഫൈൽ പിക്ചർ സെറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ചെറിയൊരു അറിവാണ്. നിങ്ങൾക്ക് ഈ ഒരു കാര്യം അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക്. വീഡിയോക്ക് ഒരു ലൈക്കും ചെയ്തേക്ക്. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.